നമസ്കാരം. ലോകം കാത്തിരുന്ന ആ തീരുമാനം എത്തിയിരിക്കുന്നു. എത്തിയില്ല എന്ന രീതിയിൽ കുറെ ദിവസങ്ങളായി സംസാരമുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ധാരണയാണ്. നമുക്കറിയാമല്ലോ, എത്രയോ രാജ്യങ്ങൾ ഇൻവോൾവ് ആണ്. ആ ധാരണയിൽ എത്തിച്ചേർന്ന നാൾ വഴികൾ നോക്കിയാൽ അമേരിക്കയും ഖത്തർ എന്ന മധ്യസ്ഥ രാജ്യവും ഈജിപ്തും എല്ലാം തന്നെ ഈ കരാറിൽ എത്തിച്ച് നിർത്തുന്നതിന് നിർണായകമായ പങ്ക് വഹിച്ച ഘടകങ്ങളാണ്. ഇവിടെ ഈ വീഡിയോയിൽ പരിഗണിക്കുന്ന പ്രധാന വിഷയം കരാറിന്റെ നാൾ വഴികളൊന്നുമല്ല, മറിച്ച് ആ കരാർ കൊണ്ട് എന്താണ് ഇമ്മീഡിയറ്റ്ലി സംഭവിക്കാൻ പോകുന്നത്, ആ കരാർ കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടായ ഘടകങ്ങൾ എന്തൊക്കെയാണ്, വ്യക്തികൾ, രാഷ്ട്രങ്ങൾ, സംഘടനകൾ. ആ ഗുണദോഷങ്ങളെ ഒന്ന് ക്രിട്ടിക്കലായി വിലയിരുത്താം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 19-ാം തീയതി, അതായത് ജനുവരി മാസം 19-ാം തീയതി ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് തൊട്ട് തലേ ദിവസം വെടിനിർത്തൽ യാഥാർത്ഥ്യമാവുകയാണ്. ആ വെടിനിർത്തൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി നിരന്തരമായി ഇസ്രയേലിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നു. 15-ാം തീയതി ഖത്തറിന്റെ പ്രധാനമന്ത്രി ഹമാസും ഇസ്രയേലും തമ്മിൽ ഒരു ധാരണയായി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷവും ഗാസയുടെ മണ്ണിൽ പൊലിഞ്ഞത് 113 ജീവനാണ്. അത് ഈ കരാറിനൊന്നും ഒരു പുല്ലുവില പോലും ഇസ്രയേൽ കൽപ്പിക്കുന്നില്ല എന്നൊരു ധാരണയുണ്ടായി. അത് ഒരുപക്ഷെ കരാർ തന്നെ എത്തിച്ചേരാനാവാതെ വരുമോ എന്ന ഒരു ഭീതി നിരീക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം യുദ്ധകാല ക്യാബിനറ്റ്, നെതന്യാഹുവിന്റെ ഇസ്രയേലിന്റെ 11-അംഗ യുദ്ധകാല ക്യാബിനറ്റ് ഈ കരാറിന്, ഡ്രാഫ്റ്റ് കരാറിന് അന്തിമ അംഗീകാരം നൽകി. അതിനുശേഷം പൂർണ്ണ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്തു. അതായിരുന്നു വലിയ കടമ്പ. ഇസ്രയേലിന്റെ ഉള്ളിൽ തന്നെ ഒരു വ്യക്തമായ ധാരണ ഉണ്ടായില്ല എന്നതാണ് കരാർ ഇത്രയും നീണ്ടുപോകാനുള്ള പ്രധാന കാരണങ്ങൾ. യഥാർത്ഥത്തിൽ ഇസ്രയേൽ മന്ത്രിസഭ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്, ഒരു മുന്നണി സംവിധാനമാണ്. നെതന്യാഹുവിന്റെ ലിക്കുഡ് പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് ചില ചെറിയ ഘടകകക്ഷികളെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ആ ഘടകകക്ഷികളിൽ പ്രത്യേകിച്ച് 2 ഘടകകക്ഷി, ദേശീയ സുരക്ഷാ മന്ത്രിയുടെ കക്ഷിയും ധനകാര്യമന്ത്രിയുടെ കക്ഷിയും, ഈ 2 കക്ഷികളും നിരന്തരം ഒരു ഹമാസുമായി ഒരു എഗ്രിമെന്റിൽ എത്തുന്നതിനെ എതിർത്തിരുന്നു. ഹമാസ് നമുക്കറിയാം പോരാട്ടത്തിന്റെ പാതയിലാണ്, അതേസമയം നെഗോസിയേഷന്റെയും പാതയിലാണ്. ഒരു ട്വിൻ ട്രാക്ക് ആയിരുന്നു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം. ഹമാസുമായി യാതൊരു നീക്കുപോക്കും ഇല്ല എന്ന് ആദ്യഘട്ടത്തിലൊക്കെ അല്ലെങ്കിൽ അടുത്ത കാലം വരെ നെതന്യാഹു പ്രഖ്യാപിച്ചെങ്കിലും അവസാനം നെതന്യാഹുവും ഇസ്രായേലിന്റെ ഭരണകൂടത്തെ ഭൂരിപക്ഷം കക്ഷികളും വഴങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആരെ അവസാനിപ്പിക്കണം, ഏത് സംഘടനയെ അവസാനിപ്പിക്കാനാണോ യുദ്ധം തുടങ്ങിയത്, ആ സംഘടനയെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നത് നിസ്സംശയം പറയാം. ഹമാസിന്റെ ശക്തി ക്ഷയിപ്പിക്കാൻ സാധിച്ചു, കാര്യമായി ക്ഷയിപ്പിക്കാൻ സാധിച്ചു, ഉന്നത നേതൃത്വത്തെ പൂർണ്ണമായി വകവരുത്താനും സാധിച്ചു. പക്ഷെ ഹമാസ് ഇന്നും ഒരു ആശയമായി അവിടെ നിൽക്കുന്നു. അതൊരു പ്രതിബന്ധം തന്നെയാണ്. അപ്പൊ ഇസ്രായേലിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒരു കാര്യം നിറവേറിയിട്ടില്ല. അതുപോലെ രണ്ടാമത്തെ അല്ല ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ബന്ദികളെ എന്ത് വിധേനയും തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ ബന്ദികളെ ഒരാളെ പോലും തിരിച്ചു കൊണ്ടുവരാനായില്ല. ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ വെടിനിർത്തൽ ഉണ്ടായപ്പോൾ 2023 നവംബർ മാസം ഒരാഴ്ചത്തേക്ക് വെടിനിർത്തൽ ഉണ്ടായപ്പോൾ 105ഓളം ബന്ദികളെ അന്ന് മോചിപ്പിച്ചു. ഇപ്പോഴിതാ കരാർ അനുസരിച്ച് ബാക്കി ബന്ദികൾ, അവശേഷിക്കുന്ന ബന്ദികൾ, ഇപ്പോൾ 98ഓളം ബന്ദികളാണ് ഇസ്രയേൽ പൗരന്മാരായ 98ഓളം ബന്ദികളാണ് ഹമാസിന്റെ കസ്റ്റഡിയിൽ ഉള്ളതെന്നാണ് വിവരം. എത്ര പേര് ജീവനോടെ ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ ഒരു 60-70 ഇടയ്ക്ക് പേര് യഥാർത്ഥത്തിൽ ജീവനോടെ ഉണ്ടാകും. അതിൽ 33 പേരുടെ കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടായിരിക്കുന്നു. ആ പേര് വിവരം പുറത്തുവിട്ടിരിക്കുന്നു. ആ ലിസ്റ്റ് അനുസരിച്ച് പേര് സഹിതം ഡീറ്റെയിൽസ് ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ ഉടനടി തന്നെ ഈ പറയുന്ന ആദ്യഘട്ടം വെടിനിർത്തലിന്റെ അത് 42 ദിവസമാണ്, അതായത് 6 ആഴ്ച എന്നതാണ് കണക്ക്. ഈ 6 ആഴ്ചക്കുള്ളിൽ തന്നെ ഈ 33 ബന്ദികളെ ആദ്യഘട്ടത്തിൽ വിട്ടയക്കും. അതുപോലെ ഇസ്രയേലി കരാർ അനുസരിച്ച് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് 95 ബന്ദികളെ ഈ ഘട്ടത്തിൽ, അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കണം, പലസ്തീൻകാരായ ആളുകൾ, അതിൽ
തർക്ക വിഷയമെന്ന് പറയുന്നത് കൊലപാതക കേസുകൾ ഉൾപ്പെടെ ജീവപര്യന്തമൊക്കെ ശിക്ഷിക്കപ്പെട്ട തീവ്ര കേസുകളിൽ ഇൻവോൾവ് ആയ ആളുകളെ, പ്രത്യേകിച്ചും ഹമാസുമായി നേരിട്ട് ബന്ധമുള്ള ഹമാസിന്റെ നേതാക്കളെ വിട്ടുകൊടുക്കുമോ? ഈ 95 പേരുടെ ലിസ്റ്റിൽ അവരുണ്ടോ എന്നതാണ് വലിയ തർക്കം. പക്ഷെ പിന്നീടുള്ള ലിസ്റ്റും ഉണ്ടാകും. 2000-ഓളം പേരെ വിടാമെന്നാണ് ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കൃത്യമായ എണ്ണത്തിനെ കുറിച്ച് ഇപ്പോഴും ദുരൂഹതകൾ ഉണ്ട്. ഇനി നമ്മൾ മുഖ്യ വിഷയത്തിലേക്ക് വരാം. ഇതൊക്കെ കരാറിന്റെ കാര്യങ്ങളാണ്. ഇനി മുഖ്യ വിഷയം, നേട്ടങ്ങൾ കോട്ടങ്ങൾ ആർക്കെല്ലാം. അപ്പൊ നമുക്ക് വ്യക്തികളെ നോക്കാം. ഒന്ന്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണ വിജയം എന്ന് പറയാനാവില്ല, പൂർണ്ണ പരാജയം എന്ന് പറയാനാവില്ല. സമനിലയിൽ പിരിയുകയാണ് നെതന്യാഹുവിന്റെ ഗ്രാഫ്. നെതന്യാഹു അതീവ സമ്മർദ്ദം നേരിട്ടു ആഭ്യന്തരമായി. വൈദേശിക സമ്മർദ്ദം സാരമില്ല, കാരണം അദ്ദേഹത്തിനെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തു. അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. അതൊന്നും സാധിക്കില്ല. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അങ്ങനെ കയറി അന്താരാഷ്ട്ര സമൂഹത്തിനെ അറസ്റ്റ് ചെയ്യാനാവും? അതൊന്നും സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യുന്നത് അമേരിക്കയുമായി, പ്രത്യേകിച്ച് ബൈഡനുമായി അവസാന ഘട്ടത്തിൽ നെഗോഷിയേറ്റ് ചെയ്യുന്നതും ഇപ്പോൾ ട്രംപുമായി നെഗോഷിയേറ്റ് ചെയ്യുന്നതും അന്താരാഷ്ട്ര നീതിപീഠത്തിന്റെ ഈ ഡിക്റ്റാറ്റിൽ ഇളവുകൾ ഉണ്ടാകുമോ? ഒരുപക്ഷെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഡീലായ സ്ഥിതിക്ക് നെതന്യാഹുവിന് അതിൽ നിന്ന് ഒരുപക്ഷെ ചെറിയ തോതിൽ തലയുരാൻ പറ്റും. എങ്കിലും യുദ്ധ കുറ്റവാളി എന്ന നിലയിൽ തന്നെയാണ് ഒരുപക്ഷെ നെതന്യാഹുവിനെ നിഷ്പക്ഷമായി ലോകം വിലയിരുത്തുന്നത്. അപ്പോൾ നെതന്യാഹു പ്രോമിസ് ചെയ്ത് നടന്നിട്ടില്ല. പൂർണ്ണമായും ഹമാസിനെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യും, നടന്നിട്ടില്ല. എന്നാൽ ഹമാസിന്റെ പ്രഹരശേഷി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ചു കൊണ്ടുവന്നു. അത് നേട്ടമാണ്. ഹമാസുമായി നെഗോസിയേഷനിൽ ഏർപ്പെടും എന്ന് ആരും വിചാരിച്ചില്ല. പക്ഷെ ഹമാസുമായി നേരിട്ടല്ല എങ്കിലും മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ ഹമാസുമായി ചർച്ച നടന്നു. അപ്പോൾ അത് ബെഞ്ചമിൻ നെതന്യാഹു പുറമേ കാട്ടിയ ഒരു സ്ഥൈര്യം അല്ലെങ്കിൽ ഒരു ധീരത അല്ലെങ്കിൽ ആ ഒരു കാര്യമൊന്നും പൂർണ്ണമായി നടന്നിട്ടില്ല. അതുകൊണ്ട് ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള വഴി ഒരുക്കിയതിൽ നിർണായക പങ്ക് നെതന്യാഹുവിനും ഉണ്ട് എന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ആശ്വസിക്കാനും അതുപോലെ തെല്ലൊക്കെ അഭിമാനിക്കാനും വകയുണ്ട്. പൂർണ്ണ വിജയം ഇല്ല എന്നർത്ഥം. അതാണ് നെതന്യാഹു. ഇനി ഹമാസിന്റെ നേതാക്കളുടെ പേരെടുത്ത് പറയാനാവില്ല, കാരണം ഹമാസിന്റെ നേതൃത്വം യഹിയ സിൻവാർ എന്ന ശക്തനായ ഹമാസ് നേതാവ് കാലയളവിൽ മറഞ്ഞു. ഇസ്മായിൽ ഹനിയ ടെഹ്റാനിൽ വെച്ച് വധിക്കപ്പെട്ടു. അവർക്കെല്ലാം തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പോരാട്ടം നടത്തി. അവരെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും കൊണ്ട് അവർ ഉപയോഗിച്ച മാർഗങ്ങളെ കുറിച്ച് വിരുദ്ധമായ അഭിപ്രായമാണുള്ളത്. പക്ഷേ ഹമാസിന്റെ ഇപ്പോഴത്തെ നേതൃത്വം തീർത്തും ദുർബലമാണ്. പക്ഷെ അവർക്കും അഭിമാനിക്കാം. ഇനി വ്യക്തികളുടെ കാര്യമെടുക്കുമ്പോൾ ഏറ്റവും അധികം ഈ ഹമാസിനെ സഹായിച്ചത് ഇറാനാണ്. യുദ്ധം തുടങ്ങുമ്പോൾ ഒക്ടോബർ 7, 2023 ആക്രമണം നടന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് യുദ്ധം സംഭവിക്കുകയാണ്. ആ സമയത്ത് ഹമാസിനെ താങ്ങി നിർത്തിയത് ഇറാനാണ്. ആ സമയത്ത് മാത്രമല്ല, അതിനു മുമ്പ്. ഒരുപക്ഷെ ഇറാൻ നൽകിയ പിൻബലമാണ് ഹമാസിനെ കൊണ്ട് ഈ പാതകമെല്ലാം ചെയ്യിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ ഇറാന്റെ നേതൃത്വം എന്താണ് ഇപ്പോൾ കരുതുന്നത്? ഇറാന്റെ ആധ്യാത്മിക നേതൃത്വം പരമോന്നത ശക്തി സ്ഥാനം എന്ന് പറയുന്ന അയത്തുള്ള അലി ഖമനിയാണ്. അലി ഖമനി നിരന്തരം പ്രസ്താവനകളിലൂടെ ഇറാനെ വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത് നിർത്തി. 2 പ്രാവശ്യം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി. പക്ഷേ അൺആക്സെപ്റ്റബിൾ ഡാമേജസ് ഇൻഫ്ലിക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ സമാധാന ചർച്ചകളിൽ ഇറാന്റെ പങ്കാളിത്തവും ഉണ്ടായില്ല. അതുകൊണ്ട് ഖൊമേനിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിറിയയിലുള്ള ഇറാന്റെ പിടിയും അയഞ്ഞിരിക്കുന്നു. അപ്പൊ ഖൊമേനിക്ക് കാര്യമായി ആശ്വസിക്കാൻ വകയുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഈ പ്രക്രിയയിൽ, അവസാനഘട്ട പ്രക്രിയയിൽ ഇറാന്റെ പങ്കാളിത്തമില്ലാതെ പോയത് കൊണ്ടാണ്. അതുപോലെ ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാൻ, അദ്ദേഹം ഒരു മാപ്പുസാക്ഷിയാണ്. അദ്ദേഹത്തിന് തീർച്ചയായും ഈ അയത്തുള്ള പറയുന്നത് അനുസരിക്കുക എന്നതിന് ഉപരിയായ ഒരു റോളൊന്നുമില്ല. അതിനിടയ്ക്ക് മരിച്ചുപോയ ഇബ്രാഹിം റൈസി ഉണ്ട്, ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസി ഉണ്ട്. ഇവരൊക്കെ അവരവരുടെ റോള് നിർവഹിച്ചു എന്നല്ലാതെ പ്രത്യേകമായ മെറിറ്റ് എടുക്കാൻ കഴിയില്ല. ഇനി നമ്മൾ ഈ പ്രദേശത്തിന് പുറത്തേക്ക്, മധ്യ പൗരസ്ത്യ പ്രദേശത്തിന് പുറത്തേക്കൊന്ന് പോകാം. അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിർണായക റോൾ വഹിച്ചു. 2 പേരുടെയും പങ്കിനെ വിസ്മരിക്കാനാവില്ല. അതുകൊണ്ടാണ് ഈ ഡീല് സാധ്യമായത്. അതുകൊണ്ട് 2 പേർക്കും ആശ്വസിക്കാം. ദുർബലനായ പ്രസിഡന്റായ ജോ ബൈഡന് അവസാന ഘട്ടത്തിൽ താൻ അധികാരം വിട്ടൊഴിയുന്നതിന്റെ തലേന്ന് തന്നെ വെടിനിർത്തൽ യഥാർത്ഥത്തിൽ സാധ്യമായിരിക്കുന്നു. അതുകൊണ്ട്
5 ദിവസം മുൻപ്, താൻ വിട്ടൊഴിയുന്നതിന് 5 ദിവസം മുൻപ് ആ ഡീൽ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനി വരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അഭിമാനിക്കാം. കാരണം ഡൊണാൾഡ് ട്രംപിന്റെ വളരെ വലിയ സമ്മർദ്ദം ഇസ്രായേലിനെ കൊണ്ട് ഈ ഡീല് ഒപ്പിടിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഡൊണാൾഡ് ട്രംപിന് തീർച്ചയായും തല ഉയർത്തി നിർത്താൻ കഴിയും. പൗരസ്ത്യ പ്രദേശത്തെ താനൊരു നിർണായക സാന്നിധ്യമാണ് എന്ന് ഡൊണാൾഡ് ട്രംപിനും അമേരിക്കയ്ക്കും ആശ്വസിക്കാം. ഇനി പൗരസ്ത്യ പ്രദേശത്തേക്ക് വരിക. തിരിച്ചൊരിക്കൽ കൂടി വരുന്നു. 2 പ്ലെയേഴ്സ്, ഒന്ന് ഈജിപ്റ്റ്, 2 ഖത്തർ. ഖത്തറാണ് മധ്യസ്ഥത വഹിച്ച രാജ്യം. ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ് മധ്യസ്ഥ ചർച്ചയെല്ലാം നടന്നത്. അവസാനപ്പെട്ട ഒരാഴ്ചയിലേറെ നീണ്ട ഇന്റൻസ് നെഗോസിയേഷൻസ് ആണ്. അവിടെ പങ്കെടുത്ത ആളുകളൊന്ന് നോക്കൂ. IDF-ന്റെ തലവന്മാർ, അല്ലെ IDF-ന്റെ നേതാക്കൾ, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ്, ഇസ്രായേൽ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു ചെറിയ ഭാഗം, അതുപോലെ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണിയ. അതിനു പുറമെയാണ് ട്രംപിന്റെ ഏജന്റായി സ്റ്റീവ് വിറ്റ്കോഫ്, അതുപോലെ ജോ ബൈഡന്റെ പ്രതിനിധിയായി ഔപചാരികമായി തന്നെ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. അവരെല്ലാം ഖത്തറിന്റെ പ്രധാനമന്ത്രി അൽത്താനിയുടെയും മറ്റു നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് അന്തിമഘട്ട ചർച്ച ചെയ്തതും കരാറൊപ്പിട്ടതും. അതുകൊണ്ട് ഖത്തറിനെ തലയുയർത്തി നിർത്താം. ഈ ഒരു പരിധിവരെ യൂറോപ്പിലെ സ്വിറ്റ്സർലൻഡ് വഹിച്ച സമാധാന ദൗത്യങ്ങൾക്കുള്ള ലോക തലസ്ഥാനമായി ജനീവയാണ് പലപ്പോഴും അറിയുന്നത്. അതുപോലെ ഇനി ദോഹ എല്ലാ സമാധാന ചർച്ചകളുടെയും ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആവുകയാണ്. ദോഹയ്ക്ക് അഭിമാനിക്കാം, ഖത്തറിന് അഭിമാനിക്കാം. പലയാവർത്തി ഖത്തർ ഇനി ഞങ്ങളില്ല എന്ന് പറഞ്ഞ് പിന്മാറിയതാണ്. അപ്പൊ ഖത്തറിനെ കുറിച്ചുള്ള വലിയ ആരോപണം എന്താണ്? 2 വള്ളത്തിലും കാലു ചവിട്ടുന്നു. ഇസ്രയേലുമായിട്ടും ധാരണയുണ്ട്, ഹമാസുമായും ധാരണയുണ്ട്. എല്ലാ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും ഓഫീസ് തുറക്കാൻ, ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഒക്കെ ഓഫീസ് തുറക്കാൻ ഖത്തറിന്റെ മണ്ണ് കൊടുക്കുന്നു എന്നതായിരുന്നു ആരോപണം. പക്ഷെ അങ്ങനെ കൊടുത്തത് കൊണ്ടാണ് നെഗോസിയേറ്റിംഗ് ടേബിളിൽ 2 വിഭാഗത്തെയും ഖത്തറിനെ ഒരുമിച്ച് നിർത്താനായത്. അതുകൊണ്ട് ഹാറ്റ്സ് ഓഫ് ടു ഖത്തർ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്. അപ്പൊ ഖത്തറിന്റെ നേതൃത്വത്തിന് നല്ല നമസ്കാരം. അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളും ഈ നേട്ടം ഇപ്പോൾ പറയുമ്പോഴും എല്ലാവരും ക്ലെയിം ചെയ്യുന്നു. പക്ഷേ വിഭജിച്ചു പോകുന്ന നേട്ടമായി ഇതിനെ കാണാവുന്നതാണ്. പക്ഷെ ഏറ്റവും ശുഭോദർക്കമായ കാര്യം, അവസാനം സമാധാനം എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. 46,842 ജീവനാണ് ഇതുവരെ പൊലിഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ജീവൻ പോലും ജനുവരി 19 വെടിനിർത്തൽ യഥാർത്ഥത്തിൽ നിലവിൽ വരുന്നതിന് ശേഷം ഒരു ജീവൻ പോലും ഇസ്രായേലി ആക്രമണത്തിൽ പൊലിയാതിരിക്കട്ടെ, കുട്ടികളുടെ കണ്ണീര് വീഴാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.